എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഈശോ ഇങ്ങനെ ഓരോരോ അത് അന്നു വേണ്ട ആഹാരം പോലെ അതാ ദിവസങ്ങളുണ്ടാകുന്ന ക്ലേശങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ഈശോ പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അതിനെ റിക്കവർ ചെയ്ത് ഈശോ എംപവേർഡാകും. അതിനെ അതിജീവിച്ചുകൊണ്ട് ഈശോ ശക്തി ധരിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഈശോ ഫ്രഷായിട്ട് കാണപ്പെടുകയും ചെയ്യും. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് കൊതിയായി. സർവ്വത്ര പ്രസംഗങ്ങളുണ്ടല്ലോ കർത്താവിൻ്റെ ജീവിതത്തിൽ, പല ആൾക്കാരുണ്ടാക്കുന്ന സ്പോൺസേഡ് പ്രോഗ്രാംസ് ഒത്തിരി ഉണ്ടല്ലോ. എന്നിട്ട് ഈശോ എങ്ങനെ വളരെ ലൈവായിട്ടും സന്തോഷത്തോടെ ഇരിക്കണം. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് ഈ പ്രാർത്ഥനയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പോൾ പത്രോസ് ആണ് ധൈര്യമുള്ള ആൾ. പത്രോസ് പറഞ്ഞു, ഈശോ ഇവരൊക്കെ സോ ഫ്രഷ് ആൻഡ് സ്പാർട്ട്, നീ വളരെ നന്നായിട്ട് എപ്പോഴും കാണപ്പെടുന്നത്, എന്നാൽ ഇഷ്യൂസ് നമുക്ക് ആവശ്യത്തിനുണ്ട്. ഇത് നീ അതിജീവിക്കണ പ്രാർത്ഥനയിലാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾക്കും ഈ പ്രാർത്ഥന പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. അപ്പോഴേ ഈശോ പറഞ്ഞുതരാം. ഈശോ പറഞ്ഞ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചേ. ആ അനുഭവിച്ച പ്രാർത്ഥനയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറയണത്? നമ്മൾ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 6:10, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അതാണ് സാധനം, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. അതാണ് സംഭവം. അതാണ് ഈ 12 നമ്മൾ 27-ലും 28-ലും വായിച്ചത്. ഇപ്പം മത്തായി 6:10 യോഹന്നാൻ 12:27-28 നമ്മൾ കണ്ടിട്ടാണ് ശരിക്കും. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിന്നെ എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ. എങ്ങനെയാണ് ദൈവത്തിൻ്റെ നാമത്തെ പൂജിതമാക്കണത്? അതാണ് വിഷയം. അത് നമ്മൾ നേരത്തെ കണ്ട മത്തായി ശ്ലീഹയുടെ സുവിശേഷമാണ്. എന്താണ്? 26:39. അത് നമ്മൾ നേരത്തെ കണ്ട ലൂക്കാസ് സുവിശേഷമാണ്. എന്താണ്? 22:43. അതെന്താണ്? അങ്ങയുടെ നാമത്തെ എങ്ങനെയാണ് പൂജിതമാക്കണത്? അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമുക്കറിയാമല്ലോ, ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ ഹൃദയം. മനുഷ്യൻ്റെ ഹൃദയത്തിലെ ദൈവത്തിൻ്റെ നാമം നടപ്പിൽ വരണം. ദൈവത്തിൻ്റെ ആഗ്രഹം നടപ്പിൽ വരണം. ഓരോ വിഷയങ്ങൾക്കും ഒരു ദൈവാഗ്രഹം ഉണ്ടാകും, ഒരു ലോകാഗ്രഹം ഉണ്ടാകും. പിടിയോ? ഓരോ വിഷയങ്ങൾക്കും ഒരു ദൈവ ആഗ്രഹം ഉണ്ടാകും, ഒരു ലോകാഗ്രഹം ഉണ്ടാകും. ദാറ്റ് മീൻസ് ഒരു ദൈവരാജ്യം ഉണ്ടാകും, ഒരു ലോകരാജ്യവും ഉണ്ടാകും. ഇതിൽ ദൈവത്തിൻ്റെ മക്കളെ അതിൻ്റെ ദൈവരാജ്യം തിരഞ്ഞെടുക്കും. എന്താണ്? ദൈവത്തിരുമനസ്സ്. അങ്ങനെയാണ് ശക്തി. ഇപ്പം നമ്മൾ അവനെ ശക്തിപ്പെടുത്താൻ ലുക്ക 22:43 അവനെ ശക്തിപ്പെടുത്താൻ ദൈവദൂതൻ ഇറങ്ങി വന്നെന്ന് പറഞ്ഞില്ലേ? എങ്ങനെയാണ് ശക്തിപ്പെടുത്താൻ ഇറങ്ങിയത്? എപ്പോഴാണ് ഇറങ്ങിയത്? അപ്പാ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ എന്ന് പറഞ്ഞ് ഈശോ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയപ്പോഴാണ്. ഈശോ ചൊല്ലി ശക്തി പ്രാപിച്ച പ്രാർത്ഥനയാണ് നമുക്ക് ചൊല്ലി ശക്തി പ്രാപിക്കാനും ജീവിക്കാനും തന്നിരിക്കണത്. നമ്മളീ സ്വർഗസ്ഥനായ പിതാവ് പൂച്ച കുരിശുരക്കണ പോലെ കണക്കുണാക്കെ പറഞ്ഞ് കുളമാക്കണതാണ്. പക്ഷേ അത് അറിഞ്ഞ് അതിൻ്റെ ആത്മാവിൻ്റെ മർമ്മം തൊട്ടാണ് പ്രാർത്ഥിക്കണമെങ്കിലേ നമുക്ക് അപ്പം ശക്തി ലഭിക്കും. കാര്യം ശക്തി ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണത്. സ്വർഗസ്ഥനായ പിതാവ്
ഒന്ന് പ്രാർത്ഥിച്ചേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആത്മാർത്ഥമായിട്ട് ചങ്ക കൊണ്ട് പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ എന്റെ ജീവിതത്തിലും നിറവേറണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവവേദനെ കർത്താവിന് മുമ്പ് നിൽക്കുമ്പോൾ സന്തോഷിച്ച് നിൽക്കണം. ശരിക്കും എന്തൊരു ഭാഗ്യമാണ് അല്ലേ ഈ കാലത്തുകളെ. ഇത്രയും പള്ളികളെല്ലാം അടച്ചു അല്ലേ. നമുക്ക് കുർബാന കൂടാൻ പോലും പറ്റാത്ത അവസ്ഥ വരുമ്പോഴും നിൻ്റെ വീട്ടിൽ നിൻ്റെ പോക്കറ്റിലേക്ക് കർത്താവ് വരികയാണ് അല്ലേ. നീ എന്ത് ധന്യയാണ്. നമ്മളെന്ത് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവരാത്ത അല്ല. ദൈവവേദനെ നിനക്കിപ്പോൾ ഇത് കൂടാൻ പറ്റണില്ലേ. അതുതന്നെ എന്തൊരു അനുഗ്രഹമാണ്. അതെന്തൊരു അനുഗ്രഹമാണ് ദൈവം തന്നിരിക്കണത്. ഇങ്ങനെ വചനങ്ങളുടെ എല്ലാ ഉള്ളറകളിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെട്ട് വരുമ്പോൾ നമ്മളത് അനുവർത്തിച്ച് വരുമ്പോൾ ദൈവനാമം മഹത്വപ്പെടും. ദൈവനാമം മഹത്വപ്പെടുമ്പോഴാണ് ശക്തി അലോട്ട് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഓർത്തേക്കണം, ശക്തി ഇറങ്ങിയവനെ എപ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുമ്പോഴാണ്. ശക്തി വരിക മാത്രമല്ലേ, വേറൊരു സംഭവം നടക്കുന്നുണ്ട് അവിടെ. നമുക്ക് ദൈവത്തിൻ്റെ ശക്തി വന്നാൽ പിന്നെ അവിടെ വേറെ ഒരു കക്ഷിക്ക് ഇരിക്കാൻ പറ്റാണ്ട് വരും. പറഞ്ഞ മനസ്സിലായില്ലേ. നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വന്നാൽ പിന്നെ അവിടെ വാസമുറപ്പിക്കാൻ തക്കം നോക്കി നിൽക്കേണ്ട കക്ഷിയില്ലേ, അവർ കാലുമടക്കി പാഴ്സടി പിടിക്കും. അവർ കർത്താവ് പറയുന്നുണ്ട്, ഇപ്പോഴാണ് ലോകത്തിൻ്റെ ശിക്ഷാവിധി. ഇപ്പോൾ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ദൈവനാമം മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവത്തിന് നാം പൂജിതമായി കഴിഞ്ഞാൽ, ദൈവഹിതം നമ്മൾ നിറവേറ്റിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ഹാപ്പൻ? അതായത് ലോകത്തിൻ്റെ അധികാരി ഇപ്പോൾ 12:31 കാണുന്നില്ലേ, ഇപ്പോഴാണ് ശിക്ഷാവിധി. എന്ത് ശിക്ഷാവിധിയാണ്? ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ഇപ്പം ദൈവത്തിൻ്റെ നാമമേ ഒരു വിഷയത്തെ പൂജിതമായാൽ, മഹത്വപ്പെടുത്തിയാൽ അപ്പോഴും നടക്കണ ഏറ്റവും വലിയ വിഷയം എന്താണ്? തിന്മയുടെ ശക്തി നമ്മളെ വിട്ടുപോകും. അതുകൊണ്ട് കർത്താവ് ആ സ്വർഗസ്ഥനായ പിതാവിൽ ഈശോ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാവോ? അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട്, ഞങ്ങളുടെ കടക്കാർ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണം. അത് ലോകത്തിൻ്റെ അധികാരിയുടെ പരിപാടിയാണ്. പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തണതും തിന്മയിൽ നിന്ന് രക്ഷിക്കണം. അവനുണ്ടാക്കുന്ന തിന്മ, അവൻ പ്രലോഭനം ഉണ്ടാക്കും, തിന്മയും ഉണ്ടാക്കും. ഇതാ ലോകത്തിൻ്റെ അധികാരിയുടെ പരിപാടി. ഈ പ്രലോഭനം ഉണ്ടാക്കും, തിന്മയും ഉണ്ടാക്കുന്ന അധികാരികൾ കർത്താവിനെ നമുക്കറിയാമല്ലോ. 4:10 വായിക്കണില്ലേ അല്ലേ? 4:8 ലുക്കാൻ്റെ സുവിശേഷം, വിശുദ്ധ ലുക്കായുടെ സുവിശേഷത്തിൽ അവൻ പറയുന്നുണ്ടല്ലോ കർത്താവിൻ്റെയൊക്കെ, ഇത് അധികാരം എൻ്റെതാണ്, ഇതെല്ലാം ഈ കാണുന്നതെല്ലാം എൻ്റെതാണ്. മലമുകളിൽ നിർത്തിയിട്ട് പറയണില്ലേ, ഈ കാണുന്നതെല്ലാം എൻ്റെതാണ്, അത് എനിക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കും, നീ എന്നെ ആരാധിച്ചാൽ ഞാൻ നിനക്ക് തരുമെന്ന്. അപ്പോൾ ലോകത്തിൻ്റെ അധികാരി ആരാധിക്കാൻ എപ്പോഴും ലോകത്തിൻ്റെ അധികാരി നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ലോകത്തിൻ്റെ ഭ്രമിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും അതിനെ ആരാധിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ട്, അതിനെ അംഗീകരിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ജഡത്തിനെ സുഖിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും അതിനെ അംഗീകരിക്കാൻ ആരംഭിച്ചുകൊണ്ടിരിക്കും. അതാണ് സംഭവം. അതുകൊണ്ടാണ് തിന്മ പെരുകണതിൻ്റെ കാരണം അതാണ്. ഇപ്പം നിലവിലുള്ള ജീവിത പങ്കാളിയെ കൊന്നതിന് ശേഷം വേറൊരാളെ സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഈ ലോകത്തിൻ്റെ ആ ആഗ്രഹങ്ങളെ നമ്മൾ പ്രലോഭിപ്പിച്ചുകൊണ്ട് തിന്മ ചെയ്യാൻ നമ്മളെ ആഗ്രഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ലോകത്തിൻ്റെ അധികാരി. ഈ സംഭവം പുറന്തള്ളപ്പെടേണ്ടതാണ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ 12:31 എന്താ യോഹന്നാൻ്റെ സുവിശേഷം? അതായത് ഇപ്പോഴാണ് ലോകത്തിൻ്റെ ശിക്ഷാവിധി, ഇപ്പോൾ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളപ്പെടേണ്ടതാണ്. ആരാണ്? തിന്മയുടെ ശക്തികൾ. പക്ഷേ എപ്പോഴാണ് പുറന്തള്ളേണ്ടത്? നമുക്ക് പിടിച്ച് തള്ളാൻ പറ്റുമോ? അങ്ങനെയാണ് ദൈവം പിടിച്ചു പിടിച്ചോണ്ട് പോകുക. ഇതൊന്നും നടക്കത്തില്ല. എന്താ ചെയ്യേണ്ടത്? ദൈവനാമത്തെ മര്യാദയ്ക്ക് മഹത്വപ്പെടുത്താൻ പഠിക്കണം.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ജീവിത അവസ്ഥകളിലെ ദൈവത്തിന്റെ മനസ്സിനെ അന്വേഷണീയമായ തീരുമാനമെടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ലോകത്തിന്റെ അധികാരിയെ പുറന്തള്ളുവാൻ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദിയും മഹത്വവും ആരാധനയും. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക്, ജീവനോടെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് രജനി യേശുദാസ്. ഞാൻ ചേർത്തല മരത്തോർ വട്ടം ഇടവകാംഗമാണ്. എനിക്കിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, കഴിഞ്ഞ ഓഗസ്റ്റ് 24 ലൈവായി നടന്ന ഉടമ്പടി പ്രാർത്ഥനയും 26 ടെലികാസ്റ്റ് ചെയ്ത അത് ഉടമ്പടിയിൽ നമ്മൾ യൂട്യൂബിൽ കാണാനിടയായ പ്രാർത്ഥനയിൽ അച്ഛൻ പറയുകയുണ്ടായി, കെ എന്ന ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന തടസ്സങ്ങൾ, അതെന്ത് വിഷയമാണെന്ന് എനിക്കറിയില്ല എന്ന് അച്ഛൻ പറയുന്നു. അത് കർത്താവ് ആ തടസ്സങ്ങൾ മാറ്റുന്നതായിട്ട് കാണിക്കുന്നു എന്നുള്ള മെസ്സേജ് ജോസഫ് അച്ഛൻ ആ പ്രാർത്ഥനയിൽ പറയുകയുണ്ടായി. ആ 24-ാം തീയതി ഇവിടെ ആ പ്രാർത്ഥന ഉടമ്പടി ധ്യാനം ലൈവായി നടക്കുന്ന സമയത്ത് എനിക്ക് കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് സെറ്റ് എക്സാം എന്ന് പറയുന്ന പരീക്ഷ നടക്കുകയാണ്. ആ എക്സാമിൽ കഴിഞ്ഞ 2021 മുതൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നതാണ്. നന്നായി പഠിച്ച് പലതവണ ഞാൻ പരീക്ഷ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് അത് നിയോഗമായിട്ട്. ഒരുപാട് വിഷമത്തോടെ ഞാൻ എഴുതിയ പരീക്ഷയാണ്. അങ്ങനെ അവസാനം എനിക്കിപ്പം പ്രതീക്ഷ അതിൽ ജയിക്കില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി. അങ്ങനെ ഈ കഴിഞ്ഞ എക്സാമിന് ഞാൻ പോകുമ്പോൾ ഒന്നും ഞാൻ പഠിച്ചിരുന്നില്ല. തലേദിവസം ഞായറാഴ്ചയാണ് എക്സാം. ഞാൻ ശനിയാഴ്ച 5 മണിക്ക് എന്നാണ് എൻ്റെ ഹോൾ ടിക്കറ്റ് പോലും എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന് 5 മണിയായപ്പോൾ ഞാൻ പോയെടുത്തതാണ്. അന്ന് 24-ാം തീയതി എക്സാമിന് കയറുന്നതിന് മുന്നേ ആയിട്ട് ഒരു 8:30-ക്കോ 9 മണിക്കോ ഉള്ളൊരു സമയത്ത് ഞാൻ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു. ഇത് ഞാൻ ഇട്ടിട്ട് അമ്മയോട് ഞാൻ പറയുകയുണ്ടായി, അമ്മ ഇതിനെനിക്ക് അർഹതയില്ല ഇങ്ങനെ ചോദിക്കാൻ, കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ, എൻ്റെ ഭാഗം ഞാനത് ചെയ്തിട്ടില്ല. പക്ഷേ എന്നിട്ട് ഞാൻ എന്നും ഞാൻ കുർബാനയ്ക്ക് വരുന്നതാണ്. കൃപാസനത്തിൽ ഞാനിവിടെ ഒരു 10 മിനിറ്റ് അകലത്തിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ എപ്പോഴും കുർബാനയ്ക്ക് എല്ലാ ദിവസവും 6:30-ക്കുള്ള കുർബാനയിൽ വരുന്നു. അപ്പോഴൊക്കെ എനിക്കിത് ഒരു വിഷമമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഒരിക്കലും ഞാൻ സെറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് പ്രാർത്ഥിക്കാറില്ല. അതുകൊണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞത്, എനിക്ക് ഈശോയോടും അമ്മയോടുള്ള സ്നേഹം ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഫെയിലിയർ ആണെങ്കിലും എനിക്ക് ഒട്ടും സ്നേഹം കുറയാതെ നിൽക്കാനുള്ള കൃപ തന്നാൽ മതി. എനിക്കെന്നും ഇങ്ങനെ കുർബാനയ്ക്ക് ഇവിടെ വന്ന് നിൽക്കണം, അമ്മയോട് ഈശോയോടും പ്രാർത്ഥിക്കണം, ആ ഒരു കൃപ എനിക്ക് തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ കായ്കൾ, ആ വചനവും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ പരീക്ഷ എഴുതുകയുണ്ടായി. ക്വസ്റ്റ്യൻ എനിക്ക് വളരെ ഒട്ടും പരിചിതമല്ലാത്ത ചോദ്യങ്ങളാണ്. എന്താണ് എഴുതുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതൊക്കെയോ ക്വസ്റ്റ്യൻസ് മാത്രം ജയിക്കാവുന്ന, എപ്പോഴും ഞാൻ ജയിക്കും, പക്ഷേ ഫസ്റ്റ് പേപ്പർ അത് എഴുതുന്നവർക്ക് അറിയാം. പേപ്പർ 1, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 ജനറൽ പേപ്പർ, അതിൽ എനിക്ക് എപ്പോഴും പാസ് മാർക്ക് കിട്ടും. എൻ്റെ മെയിൻ പേപ്പറിൽ എനിക്ക് കിട്ടാറില്ല. അങ്ങനെ ഞാൻ ആ എക്സാമും വളരെ മോശം, 2 പരീക്ഷയും, 2 ഉച്ചയ്ക്കത്തെ പരീക്ഷയും രാവിലത്തെ പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാമും വളരെ മോശമാണ്. ഈ ത്രൂ ഔട്ട് ഞാനിങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ എനിക്കൊന്നും പഠിച്ച് ആ സമയത്ത് പഠിച്ചിട്ട് എന്തിനാ, ഇങ്ങനെ ഒരു ചിന്തയാണ്. ഇത് ധ്യാനം ഞാൻ 24-ാം തീയതിയിൽ ധ്യാനം ഞാൻ 26-ാം തീയതിക്ക് ശേഷം ഞാൻ കൂടുകയുണ്ടായി. അപ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് കെ എന്ന ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോഴെനിക്ക് എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം അങ്ങനെ ഉണ്ടായി. പിന്നെ പലതവണ ഞാൻ ഇവിടെ വന്ന് റിസൾട്ടൊക്കെ നോക്കി, അമ്മയുടെ നടയിലിരുന്ന് റിസൾട്ടൊക്കെ നോക്കി ഞാൻ കരഞ്ഞ് വിഷമിച്ചൊക്കെ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് കാര്യമായിട്ട് എടുത്തില്ല. എനിക്കിനി ഈ വിഷമം താങ്ങാൻ വയ്യാന്ന് അമ്മയ്ക്ക് അറിയാം. എൻ്റെ വിഷമങ്ങൾ നന്നായിട്ട് ഈശോയ്ക്കും അമ്മയ്ക്കും അറിയാം. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സാക്ഷ്യപേടകത്തിൽ ഞാൻ പലതവണ ഇവിടെ കുർബാന കഴിയുമ്പോൾ തലചായ്ച്ച് ഞാൻ കരഞ്ഞിട്ട് അമ്മയോട് പറയാറുണ്ട്, എന്നെ ഒരിക്കൽ സാക്ഷിയാക്കി ഈ സാക്ഷ്യപേടകത്തിൽ നിർത്തണേന്ന് ഞാൻ എന്നും എന്ന കണക്കിന് വരുമ്പോഴൊക്കെ ഞാൻ കരഞ്ഞ്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാനിവിടെ കുർബാന കഴിഞ്ഞ ഒക്ടോബർ മുതൽ കൂടുന്നതാണ്. അപ്പോഴൊക്കെ ഞാൻ അമ്മയോട് പറയാറുണ്ട്, ഈ സാക്ഷ്യപേടകത്തിൽ എന്നെ ഒരു സാക്ഷിയാക്കി നിർത്തണമേ എന്ന്. അത് ഈ റിസൾട്ട് വന്ന്
1 മാസം കഴിഞ്ഞിട്ട് ഞാൻ തോക്കുമല്ലോ, അത് കാരണം ഞാൻ നോക്കിയില്ല, റിസൾട്ട് നോക്കിയില്ല, ഹോൾ ടിക്കറ്റ് എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. ഓരോ ദിവസം ചെല്ലുന്നു. അപ്പോൾ ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്കൊരു ബൈബിള് തുറന്ന് ഒരു വചനം ഇങ്ങനെ ലഭിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയുടെ പേപ്പർ ഒന്നുകൂടെ എടുത്ത് നോക്കുമ്പോൾ ആ പേപ്പറിൽ ഞാൻ കൊണ്ടുപോയി വെച്ചിരുന്നു. ഇക്കാര്യമേ ഞാൻ മറന്നുപോയി. എനിക്ക് ആ ഹോൾ ടിക്കറ്റ് എടുത്ത് ഞാൻ നോക്കിയപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നോക്കുമ്പോൾ 48% മാർക്കോടുകൂടെ, 45 മതി ജയിക്കാൻ, 48% മാർക്കോടുകൂടെ ഈശോ കൃപയാൽ അമ്മ എനിക്ക് വേണ്ടി നിന്ന് എനിക്ക് വേണ്ടി നേടിത്തന്ന വിജയമാണ്. കാരണം അത്രമാത്രം എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഞാൻ ഇതിൻ്റെ പേര് സഹിച്ചിട്ടുണ്ട്. എപ്പോഴും ആദ്യ സമയത്തൊക്കെ ഞാനിവിടെ കുർബാനയ്ക്ക് വരുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ തോരാതെ നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊരു ശക്തി അമ്മ എനിക്ക് നേടി തന്നു എന്ന് പറയാനായിട്ട്. അടുത്തത് എൻ്റെ കേറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഹൈസ്കൂൾ ടീച്ചർ ക്വാളിഫിക്കേഷനാണ്. അത് 2018 ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ അന്ന് വെക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ അന്ന് ജയിച്ചിരുന്ന എക്സാമാണ്. അതും കംപ്ലീറ്റ്ലി ഞാൻ ഇതിന് മുന്നേ ഒരു സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് വെരിഫിക്കേഷൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഹാജരാകാൻ സാധിച്ചില്ല. പിന്നെ കോവിഡായി. അതിനുശേഷം ഞാൻ എൻ്റെ ഹൈസ്കൂൾ പോസ്റ്റ് പോവുകയും ഞാൻ UP-യിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ UP-യിൽ 2019 മുതൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഇന്നോളം അതിൻ്റെ കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെ ഞാൻ UP സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് സാലറി ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പലവിധ വേദനകളുണ്ട് എനിക്ക്. കേറ്ററ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. കേറ്ററ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ആരോട് പോയി ചോദിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ഭയം പോലെയാണ് അതിൻ്റെ കാര്യത്തിനകത്ത് കിട്ടുമോ എന്നുള്ളത്. പിന്നെ എനിക്കിപ്പോൾ അത്യാവശ്യമില്ല. എൻ്റെ ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ട് ഒരു കേസിൽ കിടക്കുന്ന പോസ്റ്റ് ആയതുകൊണ്ട് ഇതിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം വെരിഫിക്കേഷൻ്റെ സമയത്ത് ഇവരെന്നോട് കേറ്ററ്റ് സർട്ടിഫിക്കറ്റ് ചോദിക്കും. അപ്പോഴെൻ്റെ വിചാരം സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കാമല്ലോ, എന്നാൽ സെറ്റും കിട്ടുന്നില്ല. ഇങ്ങനെ ഇരിക്കുകയാണ്. കഴിഞ്ഞ 2024 ഒക്ടോബറിൽ ഞാൻ ഹൈസ്കൂളിലേക്ക് ഒരു സ്പെഷ്യൽ ഓർഡർ പ്രകാരം മാറുന്നത്. ഹൈസ്കൂളിലേക്ക് ചെന്നു. അപ്പോഴും എന്തിനാ ഇങ്ങനെ പോയിട്ട്, ഇത് രണ്ടും ഇല്ല, ആരോട് പറയണമെന്ന് എനിക്കറിയത്തില്ല. എനിക്കാകെ ഒരു ഭയം പോലെ ചെന്ന് ചോദിക്കാനും പറയാനും ഒക്കെ, ആരോട് തിരുവനന്തപുരത്ത് പോകാനും ഒക്കെ പേടി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് സെറ്റ് പാസ്സാകുന്നില്ലല്ലോ, ഇനിയിപ്പോൾ ഇതും കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ ഓണത്തിന് മുന്നേ ആയിട്ട് ഞാൻ വന്നിട്ട് അമ്മയുടെ ഇവിടെ നിന്ന് അമ്മയുടെക്ക് സൈലൻ്റായിട്ട് പറയും, അപ്പുറത്ത് പോയി നിന്ന് ഇങ്ങനെ പിറുപിറുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വരും. അപ്പുറം അമ്മയുടെക്ക് ചെന്നിട്ട് ഞാനിങ്ങനെ ഒച്ചിരി ഉച്ചത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ഈ ഓണം കഴിയുമ്പോൾ എൻ്റെ ജോലി റിസൈൻ ചെയ്യും. അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഇത്ര നാളായല്ലോ, ഒന്നും എനിക്ക് വേണ്ടി ചെയ്യുന്നില്ല, ഞാനിങ്ങനെ നടക്കുകയാണ്. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, എനിക്കറിയാം അമ്മയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും, എൻ്റെ ഈശോയ്ക്കും പറ്റും. കാരണം ഞാൻ 2006 മുതൽ കൃപാസനത്തിൽ കാലൂത്തി അന്നേരം മുതൽ ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ അമ്മയാണെങ്കിൽ ഇവിടുത്തെ പഴയ കാലം മുതലേ പ്രേക്ഷിതയായിട്ടൊക്കെ വർക്ക് ചെയ്ത് ഇപ്പം അമ്മയ്ക്ക് വയ്യ. അപ്പോൾ എനിക്ക് അതെല്ലാം എൻ്റെ ഇവിടെ നിൽക്കാനുള്ള, എനിക്ക് ലൈക്ക് ഒരു തറവാട് പോലെ ഞാനിങ്ങനെ നിൽക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ ഈശോയെ എൻ്റെ അമ്മയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്കിത് ചെയ്യാം. ഈശോ എന്നെ പക്ഷെ കേൾക്കുന്നില്ല, കാണുന്നില്ല എന്ന് എനിക്കറിയാം. അച്ഛൻ പറയുന്ന പോലെ നമ്മളിങ്ങനെ കുറേ പ്രാർത്ഥിച്ച് ഒരുപാട് പ്രാർത്ഥനയിലേക്ക് അടുത്ത് വരുമ്പോൾ കുറച്ച് നാൾ ഈശോ അങ്ങനെ നമ്മളിൽ ഒന്ന് ലീവ് എടുത്ത് മാറി നിൽക്കുന്ന ഒരു ഫീലിംഗാണ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ ഈശോയോട് പറയും, ഈശോ എനിക്കൊരുപാട് പരിഹാസങ്ങൾ നേരിടേണ്ടി വരുന്നു, എനിക്ക് ആകെ പ്രഷർ, എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി, വർഷങ്ങളായി തുടങ്ങിയിട്ട്. ഞാനിതിങ്ങനെ പിടിച്ചു നിൽക്കുന്ന കാരണം, ഇതിലൂടെ കടന്നു വരുന്നതിനുള്ളൊരു കാരണമുണ്ട്. അപ്പോൾ അമ്മയോട് ഇതും ഞാൻ പറഞ്ഞിട്ട് പോയി. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മാനേജ്മെൻറ്റിൽ നിന്ന് വിളി വരുന്നു, ഞാൻ വെരിഫിക്കേഷന് ചെല്ലാം, എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് സാറിനോടൊക്കെ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വളരെ ഭയത്തോടു കൂടെ തന്നെയാണ് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഓഫീസിൽ ചെന്നു. സാറിനോട് ഞാൻ പറഞ്ഞു, സർട്ടിഫിക്കറ്റ് ഇല്ല, എൻ്റെ കയ്യിൽ കയറ്റിട്ടില്ല. അപ്പോൾ സാറ് കാരണം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇത്ര വർഷമായല്ലോ, ഇത്ര ഗ്യാപ്പായല്ലോ. പക്ഷേ സാറ് കർത്താവിൻ്റെ ഈ പരിശുദ്ധ അമ്മയുടെയും ഇടപെടലാൽ സാർ എൻ്റെ കൂടെ വന്നിട്ട് വേറൊരു സെക്ഷനിൽ കൊണ്ടുവന്ന് ആ മാഡത്തിന് എന്നെ പരിചയപ്പെടുത്തി എന്നോട് പറഞ്ഞു, അടുത്ത ദിവസം വരൂ, വെരിഫിക്കേഷന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ നന്നായി തന്നെ ഇവിടെ നിന്ന് ജപമാല ചൊല്ലി അമ്മയോട് പ്രാർത്ഥിച്ച് ഞാൻ വെരിഫിക്കേഷന് ചെന്നു. അവിടെ ചെല്ലുമ്പോഴും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇത്ര വർഷമായപ്പോൾ അതിനെ കുറച്ച് എന്നോട് അവർക്കൊരു നീരസമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എൻ്റെ പേപ്പറിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു. അതും തിരുവനന്തപുരത്തേക്ക് പോയി, അവിടെയും വെരിഫിക്കേഷൻ കഴിഞ്ഞു. കഴിഞ്ഞ 11-ാം തീയതി ഞാൻ എൻ്റെ കേറ്ററ്റിൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങി. അപ്പോഴൊക്കെ എനിക്ക് ഇതെല്ലാം തരുമ്പോൾ ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്,
അത് കംപ്ലീറ്റ്ലി എൻ്റെ കാര്യത്തിൽ ഈശോ എനിക്ക് വേണ്ടി ചെയ്തു തന്നതാണ്. കാരണം ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നിൽക്കുന്നു ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നിൽക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് എപ്പോഴും എൻ്റെ സ്കൂളിൽ നിൽക്കുമ്പോൾ. പക്ഷേ എന്നോട് പറയും, പല പ്രാവശ്യം എന്നോട് വചനത്തിലൂടെ പറയാറുണ്ട്, ഇരട്ടി ഓഹരി ലഭിക്കുമെന്നു. എല്ലാം ഈ ഒരു കുറഞ്ഞൊരു സമയം കൊണ്ട് എനിക്ക് കേറ്ററ്റും സെറ്റും സർട്ടിഫിക്കറ്റിലേക്ക് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. ഇത് രണ്ടും എനിക്ക് ലഭിക്കുവാൻ ഈശോ ഇടയാക്കി. എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി. അടുത്തത് ഇതുമായിട്ട് റിലേറ്റഡായിട്ട് ഒരു 2007 ഞാൻ ഇവിടെ മരിയൻ തപസ് ഉണ്ടായിരുന്ന സമയത്ത് ആ സമയത്ത് ഇങ്ങനെ പല തവണ മരിയൻ തപസ്സിൽ പങ്കെടുത്ത് കേരളത്തിൽ BEd ലഭിക്കാനുള്ള മാർക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ ബ്ലൈൻഡ്ലി എൻ്റെ ഈശോയോട്, എനിക്കറിയാം എൻ്റെ ഈശോയെ, അതുകൊണ്ട് ഞാനിങ്ങനെ ഈശോയോട് പറയും, എനിക്ക് BEd പോകണമെന്ന് ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വന്നപ്പോഴും ഞാൻ നിയോഗത്തിൽ വെച്ചു എനിക്ക് BEd പോകണമെന്ന്. ഇവിടെ കിട്ടില്ല എന്ന് എനിക്കറിയാം. എന്തോ ഒരു സാധനം പൊതിഞ്ഞ് ന്യൂസ് പേപ്പർ എടുക്കാറില്ല. ഞാനന്ന് കണ്ണൂരാണ്, അവിടെ ന്യൂസ് പേപ്പറൊന്നും എടുക്കാറില്ല, ഹസ്ബൻഡിന് ജോലി അവിടെയാണ്. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഒരു പേപ്പർ പീസ് വെറുതെ വന്നതാണ്. അത് ഞാൻ തുറന്നു നോക്കുമ്പോൾ മാഹിയിലൊരു കോളേജിലേക്കുള്ള അഡ്മിഷനാണ്. എനിക്ക് ഉള്ള മാർക്ക് വെച്ചിട്ട് അവിടെ ആ ഒരു റിസർവേഷൻ, നമ്മുടെ OBCയിൽ പെടുന്ന ആ ഒരു സീറ്റിന് വേണ്ടിയിട്ട് എനിക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നു. അപ്പം ഞാൻ താമസിക്കുന്നതും കണ്ണൂരാണ്. എനിക്ക് മാഹിയിലേക്ക് അഡ്മിഷൻ റെഡിയാകുന്നു. അങ്ങനെ അതെൻ്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാലയളവിലുണ്ടായ എന്ത് സഹനങ്ങളെയും ഞാനിങ്ങനെ ഒരുപാട് ഇതിന് മുന്നേ ഉള്ള ഇങ്ങനെയുള്ള കൃപകൾ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പതറാതെ നിൽക്കും. എനിക്ക് പരിഹാസങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ വീട്ടിൽ നിന്ന് പോലും എനിക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയോ, പഠിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട്. എൻ്റെ ഈ ഒരു പ്രായത്തിൽ ഞാൻ അമ്മയോട് പറയും, ഈശോയോട് പറയും, എൻ്റെ കുറവുകളെല്ലാം നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാമല്ലോ. ഞാനിവിടെ നിന്ന് കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഈ അമ്മയോട് ഈശോയോടും പറഞ്ഞു, എന്നെ ഈ നടുക്ക് നിർത്തണേ. കാരണം എനിക്ക് പറയാൻ ആരുമില്ല, എന്നെ വിഷമം മനസ്സിലാക്കാൻ ആരുമില്ല. ഞാൻ ഒരിക്കൽ പോലും വിചാരിക്കുന്നില്ല എനിക്ക് ഈ സാക്ഷ്യപേടകത്തിൽ നിന്ന് ഇത്രയും ഈ സാക്ഷ്യം ഇങ്ങനെ പറയാൻ സാധിക്കുമെന്ന്. കാരണം എൻ്റെ കണ്ണുനീരോടുകൂടെ എനിക്കറിയാം സാക്ഷ്യം ഒരിക്കലും ഞാൻ പറയുമെന്നുള്ളത്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ഓർക്കും എനിക്ക് കണ്ണുനീര് തോരാതെ ഈ സാക്ഷ്യം പറയാനാവില്ല എന്ന്. പക്ഷേ ഇപ്പോഴെന്നെ ഇവിടെ ഇങ്ങനെ നിർത്തുമ്പോൾ ഈ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ കണ്ണുനീര് പൊടിയാതെ ഇത് ഇത്ര ഇങ്ങനെ പറഞ്ഞു തരുന്നത് പരിശുദ്ധ അമ്മ എൻ്റെ പുറകിൽ നിന്ന് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അടുത്തതായി ഇതിപ്പോൾ ഇത്രയും കൃപകൾ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. അടുത്തതായി എനിക്ക് കഴിഞ്ഞ വർഷത്തിൽ ഒരു എക്സ്റ്റേണൽ ഹെമറോയിഡ് അസുഖം ഉണ്ടായിരുന്നു. അതെനിക്ക് 3rd സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജും 2nd സ്റ്റേജും പോലും എനിക്ക് വന്നിട്ടില്ല. എനിക്കറിയില്ല ഇങ്ങനെ വരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് സർജറി ആവശ്യമാണെന്ന് ഡോക്ടർ പറയുകയും സർജറിക്ക് ചെല്ലുന്നു. മരുന്ന് ഇവിടെ അതിന് ആ സമയത്ത് തന്നെ അത് അസുഖം വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നിരുന്നു. അന്ന് ഞാൻ ഇത്രയും നാൾ ഇവിടെ വന്നിട്ടുള്ളതിന് അനുഭവിച്ച ഏറ്റവും വലിയ തിരക്കായിരുന്നു. ഈ അവസ്ഥയിൽ എനിക്ക് ഒരുപാട് പ്രയാസം അനുഭവപ്പെട്ടു. എങ്കിൽ ഞാൻ ഉടമ്പടി എടുത്ത് പോയി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ സർജറിക്ക് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറയുകയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ സർജറി ഒന്നും വേണ്ട, അഡ്മിറ്റാകാൻ ചെന്നതാണ് ഞാൻ. അങ്ങനെ ഒരു അവസ്ഥ. ഈ കഴിഞ്ഞിടയ്ക്ക് അടുത്തതായി എൻ്റെ അമ്മയുടെ ഒരു സാക്ഷിയാണ്. അമ്മയ്ക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ തലഞ്ഞരമ്പിനൊരു തേയ്മാനം പോലെ കാണപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ഈ ഒരു പ്രായമായപ്പോൾ അത് സിവിയറായി കാണുമെന്നുള്ളൊരു വിചാരത്തിൽ തന്നെ വിഷമിച്ച് അമ്മയ്ക്ക് കൈവേദന വന്ന് MRI സ്കാനിങ്ങിന് കൊണ്ടിരുന്നു. സ്കാനിങ്ങിന് കയറുമ്പോൾ ഞാൻ അമ്മയുടെ കാശ് രൂപ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ അമ്മയോട് പറയുന്നുണ്ട്, അമ്മയെ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, അമ്മയ്ക്ക് എൻ്റെ അമ്മച്ചിക്ക് ഒരു കുഴപ്പവുമില്ലാതെ ഈ സ്കാനിങ് റിസൾട്ട് വരണേന്ന്. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആ സ്കാനിങ് റിസൾട്ട് വന്നു. ഇത്രയും എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്ന അമ്മയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാനിങ്ങനെ പൈസയൊന്നും എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ടൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും പൈസ വന്നു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ചിന്ത തന്നെ എനിക്ക് അത് ആരെങ്കിലും സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക്, എൻ്റെ സ്കൂളിലെ കുട്ടികളിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ പാവ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളാരെങ്കിലുമൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്.
എൻ്റെ മക്കൾക്ക് ഉടുപ്പെടുത്താൽ ഞാൻ ഏതെങ്കിലും ഒരു കുഞ്ഞിനുള്ള ഡ്രസ്സിനുള്ള പൈസയും കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് അത് ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിട്ട് ചേർത്തല താലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ട് അവിടെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും പണം ഞാൻ കരുതി അവിടെയുള്ള രോഗികൾക്ക് കൊടുക്കുകയും പരിശുദ്ധ അമ്മ ഉപ്പ് കൊടുക്കുകയും അമ്മയെപ്പറ്റി പറയുകയും സംസാരിക്കുകയും ഞാനിങ്ങനെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എപ്പോഴും വീടുകളിലാണ് കൊണ്ടു നടന്ന് ഞാൻ പേപ്പർ കൊടുക്കാറുള്ളത്. ഈ കുറഞ്ഞ നാളുകളായിട്ട് ഞാനിപ്പോൾ റോഡിൽ പിന്നെ ഏതെങ്കിലും ഒരു കമ്പനിയുടെയൊക്കെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എൻ്റെ ഈശോയുടെയും അമ്മയുടെയും സാക്ഷിയായിട്ട് നിന്നുകൊണ്ട് ഞാൻ പേപ്പർ കൊടുക്കാറുണ്ട്. പിന്നെ കുർബാന ഞാൻ മുടങ്ങാതെ തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ എൻ്റെ ഇവിടെ എത്തിച്ചേർന്ന് കുർബാന മുടങ്ങാതെ കൂടാറുണ്ട്. കൂടാതെ കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ തന്നെ കുമ്പസാരിക്കാനും ശ്രമിക്കാറുണ്ട്. ഇത്രയും എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ കൃപകളും അതിനപ്പുറം ഞാൻ ആത്മീയമായിട്ടുള്ള എൻ്റെ വളർച്ചയെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്ന് നിന്നാലും എൻ്റെ ആവശ്യങ്ങളൊന്നും എനിക്ക് വരത്തില്ല. ഞാൻ അപ്പോഴൊക്കെ പറയുന്നത് എനിക്ക് ഉടമ്പടി പാലിച്ച് വിശുദ്ധിയിലേക്ക് എത്താനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ ഒരു പ്രാർത്ഥിക്കാനുള്ളൊരു മാനസികാവസ്ഥ എന്നിൽ ഈശോ ഇത്രയും നാളിനുള്ളിൽ എൻ്റെ സങ്കടങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയെങ്കിലും അതൊന്നും ഇപ്പോൾ എൻ്റെ ഓർമ്മയെ പോലും ഇല്ല. എന്നെ അറിയുന്നവർ ചോദിക്കുക എങ്ങനെ ഈ സങ്കടങ്ങളെയൊക്കെ അതിജീവിച്ചെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് അതൊന്നും ഓർമ്മ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് ഈശോയോടുള്ള സ്നേഹവും പരിശുദ്ധ അമ്മയോടും ഉള്ള ആ ഒരു കടപ്പാടിലും എന്നും എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി സാക്ഷിയായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മയ്ക്ക് 1000 സ്തുതി.